ആദ്യമേ ഷെക്കിന ടി വിക്ക് എൻ്റെ പ്രത്യേക ആശംസകളും അഭിനന്ദനങ്ങളും. തീരദേശത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ചതിന് പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. ഇലക്ഷൻ പശ്ചാത്തലത്തിലുള്ള ഒരു അഭിമുഖമായതുകൊണ്ട് ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളെന്ന് ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർ പറയുമല്ലോ, ആ സ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു സമൂഹമാണ് കടൽ തീരത്തുള്ള മീൻപിടുത്തക്കാര്. അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ടത്. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കേണ്ട ഒരിടത്തും മീൻപിടുത്തക്കാരില്ല. ഇനി ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിങ്ങളൊന്ന് ശരിക്കും ഓൾ കേരള പരിശോധിച്ച് നോക്കി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തുമാത്രം മീൻപിടുത്തക്കാരെ കാൻഡിഡേറ്റ്സ് ആക്കിയിട്ടുണ്ട് എന്ന്. വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. നേരാണ്, അവർക്ക് ഒരുപാട് പഠിപ്പൊന്നും ഇല്ലെങ്കിലും മീൻപിടുത്തക്കാരുടെ കൂട്ടത്തിൽ നിന്ന് നന്നായി സംസാരിക്കാനും കാര്യപ്രാപ്തിയുള്ളവരുമായ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ പോലും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർക്കൊന്നും സ്ഥാനം കൊടുക്കുന്നില്ല, ഒരു സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു ആവലാതി. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കണം. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ, ദളിതർക്കാണെങ്കിൽ അവർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. മീൻപിടുത്തക്കാർക്കെന്നും പറഞ്ഞൊരു റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ ഈ മേഖലയിൽ. പക്ഷെ അങ്ങനെയും കൂടി വേണം, മീൻപിടുത്തക്കാരെയും കൂടി പരിഗണിക്കണമെന്ന്. അത് ഇപ്പൊ ആരും നിയമപരമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ലൊരു ധാരണ അക്കാര്യത്തിൽ വേണം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ഇപ്പോൾ എന്താണ് മീൻപിടുത്തക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ 40-ലേറെ മീൻപിടുത്തക്കാര് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കടലിൽ വീണ് മരിച്ചുപോയിട്ടുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എത്ര പറഞ്ഞിട്ടും ആരും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടൽ പല സമയത്തും പല തരത്തിൽ കലുഷിതമാകുന്നുണ്ട്. പണ്ടാണെങ്കിൽ വർഷകാലം എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ കടൽ ക്ഷോഭിച്ചിരിക്കുന്ന കാലം എന്ന് പറയാമായിരുന്നു. അതൊക്കെ മാറിയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഏത് സമയത്തും കടൽ ക്ഷോഭിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ചെട്ടിക്കാടെന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു വഞ്ചി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് വളരെ പെട്ടെന്ന് അവര് അപകടത്തിൽപ്പെട്ടു. അവരെ ഒരു പ്രതിസന്ധിയും ഇല്ലാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നാണ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതും കാറ്റടിച്ചതും അവർ പ്രതിസന്ധിയിലായതും വഞ്ചി വീണുപോയതും. ദൈവാനുഗ്രഹത്താൽ ഒരു പോലീസ് വാഹനം അവിടെ എത്തുകയും സാധാരണ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വാഹനങ്ങളുമായി ആ സ്പോട്ടിലെത്തുകയും ചെയ്തതുകൊണ്ട് ആ വഞ്ചിയിലുണ്ടായിരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റി. ഇങ്ങനെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒത്തുകിട്ടാതെ മീൻപിടുത്തക്കാര് വീണ് മരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, തൊട്ടടുത്ത ദിവസം ഈ മുനമ്പത്ത് ഈ കഴിഞ്ഞ ഒരു ദിവസം മുനമ്പത്ത് നിന്ന് ചൂണ്ട വഞ്ചിയിൽ പോയ 19 പേര് പോയിരുന്നു. അതിലൊരാൾ രാത്രി എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, ആളെ കാണാനില്ല. അവര് 4-5 ദിവസം ആ പരിസരം മുഴുവനും ബാക്കിയുള്ളവര് അലഞ്ഞു. ആരും അവരെ തേടിയെത്തിയില്ല, അവർക്ക് കണ്ടെത്താനും പറ്റിയില്ല. അവര് വീണ്ടും തിരിച്ചിവിടെ വന്നിട്ട് സങ്കടത്തോടെ വീണ്ടും ഇപ്പൊ പോയിരിക്കുകയാണ്. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ കടലിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ആലപ്പുഴയിൽ പ്രത്യേകിച്ചും ഒരു രക്ഷാ സംവിധാനം കടൽ തീരത്തില്ല. ഇവിടെ ആർക്കെങ്കിലും കടലിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോകാനായിട്ട് ആരുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ശരിക്കും വേണ്ടത് പോർട്ട് പോലുള്ള സൗകര്യങ്ങൾ വേണം, അതിവിടെ ഇല്ല. എന്നാൽ പോലും ഒരു സ്പീഡ് ബോട്ട് എങ്കിലും ഇവിടെ കരുതണം, ആലപ്പുഴയിൽ കരുതണം. അത് ഈ ഇവിടുത്തെ കളക്ടറുടെ നിയന്ത്രണത്തിൽ എപ്പോഴും പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പീഡ് ബോട്ട് അനിവാര്യമാണ്. അത് കൂടാതെ ചെയ്യാവുന്ന ഒരു കാര്യം, സ്കൂബ ഡൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ തൊട്ടടുത്ത് അസാപ്പിലുണ്ട്. ആ കേന്ദ്രത്തെ പ്രയോജനപ്പെടുത്തി മീൻപിടുത്തക്കാരെ തന്നെ പരിശീലിപ്പിച്ച് സ്കൂബ ഡൈവിങ്ങിന് തയ്യാറാക്കിയാൽ അവർക്ക് പോയി മീൻപിടുത്തക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും. അതല്ലാതെ പലപ്പോഴും ഇവിടെ ഒരാൾ കടലിൽ വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് കളക്ടറെ വിളിക്കും. കളക്ടർ ചെയ്യുന്നത്
ഹെലികോപ്റ്റർ വിളിക്കും, അതല്ലെങ്കിൽ ഷിപ്പ് തേടും. ഈ ഹെലികോപ്റ്ററുകാർക്കും ഷിപ്പുകാർക്കും ഒന്നും പെട്ടെന്നൊന്നും ചാടി ഇവിടെ വരാൻ പറ്റില്ല. അവരെല്ലാം കൊച്ചിയിലാണ്. അവര് അനുവാദം കിട്ടി തീരുമാനമെടുത്ത് ആളെ കൂട്ടി ഇവിടെ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് ഇവിടുത്തെ ജില്ലാ കളക്ടറിന് ഒരു ഒറ്റ നിമിഷം കൊണ്ട് അയക്കാവുന്ന ഒരു സ്പീഡ് ബോട്ടും അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘവും രൂപപ്പെടുത്തിയെടുക്കണം. അവരെ PSC അപ്പോയിന്റ്മെന്റ് തന്നെ കൊടുക്കണം. ഏത് സമയത്തും ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും രക്ഷപ്പെടുത്താൻ പാകത്തിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാകുന്ന ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുന്ന ഈ അപകടങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? കടലിൽ മീൻ പിടിക്കാൻ പോയി മത്സ്യബന്ധനത്തിനിടെ മരിച്ചു പോയാൽ പിന്നെ ഇൻഷുറൻസ് തുകയും മറ്റുമൊക്കെ ആയിട്ട് 10-20 ലക്ഷം രൂപ അർഹതയുള്ളതാണ്. പക്ഷെ ബോഡി കിട്ടിയില്ലെങ്കിൽ കിട്ടത്തില്ല. എത്രയോ പേരുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. കടലിന്റെ ആഴത്തിലൊക്കെ പോയാൽ കിട്ടാൻ പാടാണ്. അപ്പൊ ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഒരു പൊതു ചർച്ചയിൽ പോലും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അധികാര കേന്ദ്രങ്ങളിൽ ഞങ്ങളില്ല, ഞങ്ങൾക്ക് ചർച്ചാവേദികളിൽ ഞങ്ങളില്ല, ഞങ്ങളെ വിളിക്കുന്നു പോലുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ആലപ്പുഴയുടെ ഒരു പരിതാവസ്ഥ ശരിക്കും മനസ്സിലാക്കുകയും രക്ഷാപ്രവർത്തനത്തിന് സംവിധാനം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, വളരെ ഗൗരവമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ കടലിൽ മീനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് കുറച്ച് മത്തിയും അയിലയും ഒക്കെ കിട്ടുന്നുണ്ട്. അത് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. പലതരം പ്രശ്നങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും 2 കപ്പലാണ് ഈ കടലിൽ ഉരുണ്ടുപടിച്ച് വീണ് കിടക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ദുരിതം വളരെയേറെയാണ്. വലകളൊക്കെ കീറിപ്പോകുന്നു. അതിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് മത്സ്യം ഇപ്പോൾ അവിടെ ഇല്ല. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ചൂടാകും. ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ഈ കര പ്രദേശത്ത് വന്നു നിൽക്കുന്ന മത്സ്യം മുഴുവൻ ആഴക്കടലിലേക്ക് പോകും. അത്രയും ആഴത്തിലേക്ക് പോകാൻ ഇവിടുത്തെ സാധാരണ മീൻപിടുത്തക്കാർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് പട്ടിണിയുടെ കാലമാണ് വരുന്നത്. ഈ മത്സ്യം ഇല്ലാത്ത ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഇനി മീൻപിടുത്തക്കാർ അതിജീവിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതാ മറ്റൊരു കാര്യം. വീണ്ടും ഒരു കാര്യമുള്ളത്, ഈ വർഷകാലത്ത് ഇപ്പോഴാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ സർക്കാർ വിളിച്ചു പറയുന്നുണ്ട്, അവിടെ ന്യൂനമർദ്ദം വരുന്നു, അവിടെ കടൽക്ഷോഭിക്കും, കാറ്റടിക്കും, മീൻപിടുത്തക്കാരും മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയും. ഇങ്ങനെ പോകരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്നവരാരും ഞങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നില്ല. ഈ കാര്യം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അവരത് കേട്ടപാടെ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഒരു മീൻപിടുത്തക്കാരന് 300 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഓർഡർ വന്നിട്ട് 1-2 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ആ ഓർഡർ നടപ്പാക്കിയിട്ടുമില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എന്താ, പിന്നെ ഓഖിക്ക് ശേഷം സർക്കാർ കടലിന്റെ ചെറിയ ഒരു അനക്കം കണ്ടാൽ ഉടനെ പ്രഖ്യാപിക്കാണ് മീൻപിടുത്തക്കാർ പോകരുത്. പിന്നെ മുമ്പത്തെ പോലെ അല്ല. ഇപ്പൊ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ പക്കയാണ്. അവർ പറയുന്നത് കറക്റ്റാണ്. അപ്പൊ അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടിയാൽ ഉടനെ പറയും മീൻ പിടിക്കാൻ പോകരുതെന്ന്. എങ്ങനെ ജീവിക്കുമെന്ന് കൂടി ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? അത് പറഞ്ഞു തരാൻ ആരുമില്ല. ഇവർക്കൊരു കോമ്പൻസേഷൻ സംവിധാനം കൊടുക്കാനില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും കായലിൽ നിന്ന് വെള്ളം കയറി അല്ലെങ്കിൽ മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒരു വീട് തകർന്നാൽ അതിന് കോമ്പൻസേഷനും രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും പൈസയുണ്ട്. പക്ഷെ ഇവിടെ കടലിൽ കയറി 10, 20, 30 വീടുകൾ പോയാൽ ഒറ്റ പൈസയില്ല. അതിന്റെ പറയുന്നത് എന്താണ്? ന്യായീകരണം പറയുന്നത് കടൽക്ഷോഭം പ്രകൃതിക്ഷോഭമായി കണക്കാക്കിയിട്ടില്ല എന്നാണ്. എന്തൊരു ഗതികേടാ ഇത്! ഞങ്ങളുടെ കുറ്റമാണോ? അത് കണക്കാക്കണ്ടേ? അത് പ്രഖ്യാപിക്കണ്ടേ? അതിനെന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? ഇത് ആര് പറയും? എവിടെ പറയും? ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വരും, ഞങ്ങൾ പോയി വോട്ട് ചെയ്യും, എന്നിട്ട് ഇവരെല്ലാം അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറും. ഇപ്പൊ ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ വരും, സ്തുതി പറയും, ഞങ്ങൾ പോയി വോട്ട് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്ന മെഷീനായിട്ട് മാത്രം ഇവിടെ കിടക്കുക. ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനോ അത് മനസ്സിലാക്കാനോ എന്തെങ്കിലും ഒരു പാക്കേജ് പ്രോഗ്രാം. ഇപ്പൊ തന്നെ ഈ ഹൈവേ വരുന്നു, ഒരുപാട് വീടുകളൊക്കെ പോവുകയാണ്. അതിനുള്ള ഒരു പാക്കേജ് സംവിധാനം ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതൊരു വല്ലാത്തൊരു സ്ഥിതിയാണ്. ഈ ഉപേക്ഷിക്കപ്പെട്ടവൻ നിരന്തരം ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും സഹായത്തിനില്ലാത്ത ഒരു അവസ്ഥയാണ് കടപ്പുറത്തിൻ്റെത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇത്തരം വിഷയങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ
മനസ്സ് കാണിക്കണം, തയ്യാറാകണം. അല്ലാതെ ഈ വോട്ട് ചോദിക്കാൻ മാത്രം ഞങ്ങളുടെ അടുത്ത് വരരുത്. കടൽ തീരം എന്നൊന്നുണ്ട്, ഇവിടെ ഒരുപാട് മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ജീവിതമുണ്ട്. ഇപ്പൊ എന്ത് പറഞ്ഞാലും നമുക്കറിയാലോ, ഈ മലയോരത്തും കായലോരത്തും ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കടൽ തീരത്ത് ഉണ്ടാകുന്ന ഇതുപോലെ നിരന്തരം ഡെയിലി എന്നോണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആരും ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് വരുന്നത്. ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നു. എന്ന് പറഞ്ഞാൽ ആഴക്കടൽ ഫിഷിങ്ങിലേക്ക് സർക്കാർ കടക്കുക, ടാറ്റയ്ക്കും ബിർളയ്ക്കും ഒക്കെ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കാൻ പോവുക. അങ്ങനെ വന്നിട്ട് ടൂറിസം വരുന്നു കടൽ തീരത്ത്. ടൂറിസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി മീൻ പിടിക്കും. ഇവിടെ ഈ കടൽ തീരത്തു കൂടി പല തരം സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം ഞങ്ങളോട് ആരോടും ഒന്നും ചോദിക്കാതെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് മുകളിൽ നിന്ന് കെട്ടി ഇറക്കുന്നത്. അതിന്റെയൊക്കെ പരിണിത ഫലം എന്താണ്? ഞങ്ങൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും. അത് നോക്കാനോ ചോദിക്കാനോ ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഷെക്കിന TV ഇതേപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കുകയും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീരത്തെ ഉപേക്ഷിക്കാതെ തീരത്തിന്റെ ശബ്ദമാകാൻ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം. ഇവിടെ പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ അതിനൊക്കെ മുൻനിരയിൽ നിന്ന ഒരാളാണ് ഞാനും എന്നോടൊപ്പമുള്ള മീൻപിടുത്തക്കാരും. അപ്പൊ ഞങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനോ കേൾക്കാനോ ആരുമില്ല എന്നുള്ളത് ഇവിടെ കടപ്പുറത്തെ ആരും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.